നമസ്കാരം. ചോരക്കളി മറയ്ക്കാൻ കോടിയേരിയെ വെട്ടിനിരത്തി. കോടിയേരിയുടെ അവസാന ആഗ്രഹവും തകർത്തത് ഗോവിന്ദനും പിണറായി. മകനെ തിരിച്ചെടുത്തിട്ടും വിനോദിനിയുടെ നെഞ്ചിലെ തീ അണയുന്നില്ല. തിരുവനന്തപുരത്തെ വിലാപയാത്ര അടക്കം, അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ തിരുവനന്തപുരത്തെ വിലാപയാത്രയും AKG സെന്ററിലെ പൊതുദർശനവും ഒഴിവാക്കിയത് ചോരക്കളി മറയ്ക്കാനായിരുന്നു. പിണറായിയും ഗോവിന്ദനും ചേർന്ന് വെട്ടിനിരത്തിയത് കോടിയേരിയുടെ മോഹങ്ങളെയും ആഗ്രഹങ്ങളെയുമായിരുന്നു. വിനോദിനി ബാലകൃഷ്ണന്റെ തുറന്നു പറച്ചലിൽ CPM നേതൃത്വം വിരണ്ടു. CPM രാഷ്ട്രീയത്തിന്റെ നെടുംതൂണായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പാർട്ടി എങ്ങനെ വേട്ടയാടി എന്നതിന്റെ ഞെട്ടിക്കുന്ന അണിയറ കഥകൾ ഇപ്പോൾ പുറത്തു വരുന്നു. മരണശേഷം തന്നെ ജനലക്ഷങ്ങൾ അണിനിരക്കുന്ന വിലാപയാത്രയോടെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കണമെന്ന കോടിയേരിയുടെ അവസാന ആഗ്രഹം പോലും പാർട്ടിയുടെ ഉന്നത നേതൃത്വം അട്ടിമറിച്ചെന്ന കനത്ത വേദനയിലാണ് വിനോദിനി കോടിയേരി. പച്ചക്കുതിര മാസികയ്ക്ക് നൽകിയ സ്ഫോടനാത്മകമായിട്ടുള്ള അഭിമുഖത്തിൽ വിനോദിനി ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടി അണികളെപ്പോലും കണ്ണീരിലാഴ്ത്തുന്നതും CPM നേതൃത്വത്തിന്റെ ക്രൂരത വെളിച്ചത്ത് കൊണ്ടുവരുന്നതുമാണ്. കോടിയേരിയുടെയും വിനോദിനിയുടെയും ചിത്രത്തോടുകൂടി പുറത്തിറങ്ങിയ ഈ മാസികയിൽ ഫയലിലുള്ള ചിത്രങ്ങൾ വളരെ കൃത്യമായി മാസിക പുറത്തിറക്കിയിട്ടുണ്ട്. തന്റെ അവസാന നാളുകളിൽ തിരുവനന്തപുരത്തെ പാർട്ടി കേന്ദ്രങ്ങളിലേക്കും പ്രിയപ്പെട്ട അണികൾക്കിടയിലേക്കും എത്തണമെന്നത് കോടിയേരിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ അദ്ദേഹം മരിച്ചതിന് പിന്നാലെ തലസ്ഥാന നഗരിയിലേക്കുള്ള വിലാപയാത്രയും AKG സെന്ററിലെ പൊതുദർശനവും പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ചിലർ വളരെ ആസൂത്രിതമായി ഒഴിവാക്കുകയായിരുന്നു എന്നാണ് കുടുംബത്തിന്റെ വലിയ വേദന. കോടിയേരിക്ക് ജനങ്ങളിൽ നിന്ന് ലഭിക്കാനിരുന്ന അഭൂതപൂർവമായ ആദരവ് തടയുവാനും വിലാപയാത്രയിലൂടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പാർട്ടിയിലുള്ള സ്വാധീനം വർദ്ധിക്കുന്നത് തടയുവാനും വേണ്ടിയാണ് ഈ അട്ടിമറി നടന്നത് എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ സംസാരം. ഈ ചതി നൽകിയ വലിയ മാനസിക ആഘാതത്തിൽ നിന്ന് സത്യത്തിൽ ആ കുടുംബം ഇപ്പോഴും മുക്തരായിട്ടില്ല എന്നുള്ളതാണ്. കോടിയേരിയുടെ മകനെ പാർട്ടിയിലേക്ക് വീണ്ടും തിരിച്ചെടുത്തത് അതുകൊണ്ട് മാത്രം ഈ കുടുംബം അനുഭവിച്ച ക്രൂരതകൾക്ക് പകരമാകില്ല എന്ന് വിനോദിനിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. മകന്റെ രാഷ്ട്രീയ പുനഃപ്രവേശനമല്ല, മറിച്ച് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ഒരു ജനകീയ നേതാവിനോടും അദ്ദേഹത്തിന്റെ ഉറ്റവരോടും പാർട്ടി കാട്ടിയ മനുഷ്യത്വരഹിതമായ സമീപനമാണ് വിനോദിനിയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഒരു ഉപകാര സ്മരണയില്ലാത്ത ഒരു കറിവേപ്പല പോലെ ഒരു കുടുംബത്തെ മാറ്റി നിർത്താൻ CPM ഉന്നത നേതാക്കൾ കാണിച്ച വ്യഗ്രതയാണ് അവരുടെ വാക്കുകളിൽ എരിഞ്ഞു കത്തുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സർവാധികാരിയായി വാഴുന്ന ഒരു പ്രമുഖ പോളിറ്റ് ബ്യൂറോ അംഗം, ആ പോളിറ്റ് ബ്യൂറോ അംഗത്തിനെതിരെയാണ്, പലപ്പോഴും ഈ PB അംഗത്തിനെതിരെയാണ് വിനോദിനി ഏറ്റവും കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. അവർ പറയുന്നത് താൻ പലവട്ടം ആവശ്യാനുസരണം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഈ നേതാവ് ഫോൺ എടുക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. സ്വന്തം സ്വാധീനം ഉപയോഗിച്ച് വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും കാര്യം സാധിച്ചെടുക്കാനാണ് വിളിക്കുന്നത് എന്ന് കരുതിയാണോ ഇയാൾ ഒഴിഞ്ഞു മാറുന്നത് എന്ന് വിനോദിനി ചോദിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ വിട പറഞ്ഞിട്ട് 4 വർഷം തികയുമ്പോഴും ഒരിക്കൽ പോലും ഈ കുടുംബത്തിന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ നിലവിലെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഉൾപ്പെടുന്ന ഉന്നത നേതാക്കൾ തയ്യാറായിട്ടില്ല. സ്വന്തം പോക്കറ്റിരിക്കുന്ന ഫോൺ എടുത്ത ഒരു സഖാവിന്റെ ഭാര്യയോട് സംസാരിക്കാൻ പോലും സമയമില്ലാത്ത ഈ കോർപ്പറേറ്റ് നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്നെ നാണക്കേടാണ് എന്ന ചർച്ചകൾ ഇതോടെ ശക്തമാവുകയാണ്. തങ്ങൾ ആവശ്യങ്ങൾക്കും ശുപാർശകൾക്കും വേണ്ടി ആരുടെയും പിന്നാലെ പോകുന്നവരല്ലെന്നും സാധാരണക്കാരായ അണികളല്ല, മറിച്ച് വലിയ വലിയ നേതാക്കളാണ് തങ്ങളെ ചതിച്ചത് എന്നും വിനോദിനി തുറന്നു പറയുകയാണ്. മുൻപ് പാർട്ടിയിൽ എന്തൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും കോടിയേരിയുടെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ പാർട്ടി മുന്നിലുണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്ന ലക്ഷക്കണക്കിന് അണികളെ ഞെട്ടിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തൽ എന്ന് പറയപ്പെടുന്നത്. പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും കടുംപിടുത്തങ്ങൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ പുകയുന്ന അതൃപ്തിക്ക് ഈ പച്ചക്കുതിരയിലെ അഭിമുഖം വരും ദിവസങ്ങളിൽ വലിയൊരു സ്ഫോടനമായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ സ്വന്തം ജീവിത യാഥാർത്ഥ്യങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് ചോരക്കളി മറയ്ക്കാൻ വേണ്ടിയിട്ട് കോടിയേരിയെ വെട്ടിനിരത്തിയ സംഭവമായിരുന്നു ഇതെന്ന് പറയുമ്പോൾ അതിനകത്ത് സംശയത്തിന്റെ വലിയൊരു മുൾമുന ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കോടിയേരിയുടെ അവസാന ആഗ്രഹവും തകർക്കുന്ന ഗോവിന്ദനും പിണറായിയും ചെയ്തത് നീതികേടാണ്. ഒരു സഖാവിന് അവസാനമായി നൽകേണ്ട ആ ഉത്തരവാദിത്തം പോലും നിർവഹിക്കാൻ ഈ നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയോട് എന്ത് കൂറാണ് ഈ നേതാക്കൾക്കുള്ളത്?
പാർട്ടിയെ വളർത്താൻ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന നേതാവ് അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾ മറന്നുകൊണ്ടു പോകരുത് ഈ പാർട്ടി നേതാക്കൾ. പക്ഷെ ഇവർ നടത്തിയ ഈ വെട്ടിനിരത്തലുകൾ ഒരു പാർട്ടിയെ മാത്രമല്ല, ആ പാർട്ടിയുടെ കുടുംബത്തെയും വെട്ടിയെരിയുന്നതിന് തുല്യമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് കോടിയേരി അങ്ങനെ വെട്ടിനിരത്തിയത്? എന്ത് ചോരക്കളി മറയ്ക്കാനാണ് ഇത്തരത്തിലൊരു സംഭവ വികാസം ഉണ്ടാക്കിയെടുത്തത്? വരും ദിവസങ്ങളിൽ ഇതിന്റെ യഥാർത്ഥ ചിത്രങ്ങൾ വളരെ സ്ഫോടനാത്മകമായ രീതിയിൽ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.